ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്, പാൽക്കോവ. അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം നെയ്യ് ചേർക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മാവും നെയ്യും കൂടെ നല്ലതുപോലെ മിക്സ് ആവണം. നെയ്യ് ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം മിക്സായി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. ഈ ഒരു പരുവം ആകണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇത് വേറൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വെക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അത് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ പതുക്കെ വേണം ചേർത്ത് കൊടുക്കാൻ, കുറേശ്ശെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ മാവ് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മാറ്റാം. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റെഫ്രിജറേറ്ററിൽ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് വരെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ. എന്നിട്ട് ഞാനിപ്പം അത് പുറത്തെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഒന്ന് കമഴ്ത്തി തട്ടിക്കൊടുക്കണം. കണ്ടോ? അപ്പോൾ നമ്മുടെ പാൽക്കോവ റെഡിയായി. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വീറ്റ് ആൻഡ് ടേസ്റ്റി പാൽക്കോവ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.